ട്രംപും മോദിയും തമ്മിലുള്ള സൗഹൃദം വലിയ രീതിയിൽ പ്രസിദ്ധമാണ്. പക്ഷേ ഇപ്പോൾ അത് പിണക്കത്തിലേക്ക് പോവുകയാണോ? നിരന്തരം മോദിയെ ചൊറിയുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണല്ലോ ട്രംപ് നടത്തുന്നത്. അതിനുള്ള കാരണം എന്തായിരിക്കും? ട്രംപിന് ലോകത്ത് ആരുമായിട്ടും സൗഹൃദമില്ല എന്നുള്ളത് നമ്മൾ ഇത്രയും നാളായിട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ട്രംപിൻ്റെ ഭാര്യയോട് പോലും സൗഹൃദത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് എന്നുള്ളതാണ് സത്യം എന്നാണ് പലരും പൊതുവെ പറയുന്നത്. ട്രംപിന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലും സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണ്. അതങ്ങനെ ഒരു കാലത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. അമേരിക്കയിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ട്രംപ് സീറോ ആയിത്തീരും എന്നാണ് പറയുന്നത്. ഈ ഹീറോ ആയി നിൽക്കുന്ന ട്രംപ് സീറോ ആയിത്തീരുമെന്നാണ് പൊതുവെ പറയുന്നത്. ട്രംപിന് യാതൊരു വിധത്തിലുള്ള കൺസിസ്റ്റൻസി ഇല്ല, തുടർച്ച. അതായത് നമ്മളൊരു നേതാവ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് വേണ്ടത് അയാൾ പറയുന്ന കാര്യങ്ങൾ അയാൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് സത്യസന്ധമാണെന്ന് ജനങ്ങളെ തോന്നിപ്പിക്കാനെങ്കിലും കഴിയണം. മനസ്സിലല്ലേ? ഇപ്പം എല്ലാം ശരിയാവണമെന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ചിലർക്ക് അടവ് നയമൊക്കെ ചിലർ പ്രയോഗിക്കേണ്ടി വരും. എന്നാലും പക്ഷേ അതിനൊരു ഒരു ഒരു തോന്നൽ വരുത്തണം. ഇയാൾ പറയുന്നതിൽ എന്തോ കഴമ്പുണ്ട് എന്ന് തോന്നൽ വരുത്തണം. അത്തരം ഒരു കാര്യമില്ല. പലപ്പോഴും ഒരു കോമാളിയായിട്ടാണ് ട്രംപ്. കോമാളിയായി പറയുമ്പോഴും അദ്ദേഹത്തിന്റെ രാജ്യത്തിനോടുള്ള താല്പര്യം ഇപ്പോൾ വെനിസ്വലയെ ആക്രമിച്ചു. അതിന് പിന്നിൽ എന്താണ്? എണ്ണക്കച്ചവടമാണ്. അങ്ങനെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള എല്ലാ പരിപാടി ചെയ്യാനും അദ്ദേഹത്തിന് അറിയില്ല. അല്ല, അത് സ്വന്തം രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്നത് പലതും ആ രാജ്യത്തിന് ദോഷമായിട്ടാണ് വരുന്നത്. ഇപ്പം ഈ വിഷയം തന്നെ ലോകത്തെ ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല. വെനിസ്വലയെ ആക്രമിക്കുന്നത് ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചു എന്ന് ട്രംപിനെ തോന്നിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നല്ലാതെ എല്ലാവരുടെ ഉള്ളിൽ അതൊരു തെറ്റായ കീഴ്വഴക്കമായി പോയി എന്നുള്ള അഭിപ്രായമാണുള്ളത്. പിന്നെ ട്രംപ് ആയതുകൊണ്ട് ട്രംപിനോട് ഇങ്ങനെ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പിന്നെ വേറെ പരിപാടികൾ ചെയ്യുമെന്നുള്ളതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് പലരും. കാനഡ അടക്കമുള്ളവർക്ക് അതിനകത്ത് വലിയ അതൃപ്തിയുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ മുഴുവൻ രാഷ്ട്രങ്ങളും ഇതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ അതിനകത്ത് എതിർപ്പുണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. ഇപ്പം നമ്മൾ ഒരു അയൽ രാജ്യം നമ്മുടെ നാട്ടിലേക്ക് മയക്കുമരുന്ന് കയറ്റി അയക്കുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് നമ്മുടെ ബോർഡറുകൾ സുരക്ഷിതമാക്കുക. അവിടെ വരുന്ന കപ്പലോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഡ്രോണോ എന്താ വരുന്നത് വെച്ചാൽ അതിനെ വെടിവെച്ചിടുക. ഇതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആ രാജ്യത്തെ പ്രസിഡന്റിനെയും ഭാര്യയും ബെഡ്റൂമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ വേണമെങ്കിൽ പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും പിടിച്ചടക്കിക്കൊണ്ടെങ്കിൽ പോരാൻ വരുന്നുണ്ട്. എന്തുകൊണ്ട് ചെയ്തില്ല? കാരണം അത് ലോകത്ത് ഇന്ന് നിൽക്കുന്ന ഒരു ക്രമത്തിന് വിരുദ്ധമായി. ഓപ്പറേഷൻ സിന്ദൂർ സൂചിപ്പിച്ചത് കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ 56 ഇഞ്ച് അളവ്, അതോടൊപ്പം തന്നെ ഇന്ത്യ അടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ കഴിവുള്ള നേതാവായി ജനങ്ങൾ കാണുമ്പോഴും അതിനെ ദോഷം വരുത്തുന്ന, അതിനെ കളിയാക്കുന്ന രീതിയിലാണല്ലോ ട്രംപിന്റെ നിലപാട്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ആദ്യം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് സാർ ഞാൻ വന്നോട്ടെ. അതിനെല്ലാം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നരേന്ദ്രമോദി ഭീരു എന്നാണ് വിളിക്കുന്നത്. അത് ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ തിരിച്ചടി ഉണ്ടാക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ സാറെന്ന് വിളിച്ചു വിചാരിക്കുക. ഞാനത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്നെ സാറെന്ന് വിളിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നെങ്കിൽ താങ്കളുടെ മനസ്സിൽ എന്ത് തോന്നും? താങ്കളുടെ സുഹൃത്തുക്കളുടെ മനസ്സിൽ എന്ത് തോന്നും? അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്ത് തോന്നും? ഞാൻ വലിയ ആളെന്നാണോ താങ്കൾ? രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ വിഷയമായി മാറ്റിയിട്ടുണ്ട്. അതെ, രാഹുൽ ഗാന്ധി എല്ലാം രാഷ്ട്രീയ. ഇന്ത്യ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കണ്ടോ, ട്രംപ് പറഞ്ഞില്ലേ ഇന്ത്യ മുടിഞ്ഞു പോകുമെന്ന് എന്ന് പറയുന്ന ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് യാതൊരു ലക്ഷ്യവും ബോധവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണെന്നുള്ളത് അദ്ദേഹം 10-14 വർഷമായിട്ട് തെളിയിച്ചു കഴിഞ്ഞില്ലേ? ഒറ്റ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ടോ? സെഞ്ചുറി അടിക്കാൻ പോവുക, പരാജയത്തിൻ്റെ സെഞ്ചുറി. ഇനി 4-5 തെരഞ്ഞെടുപ്പും കൂടെ നടത്തി കഴിഞ്ഞപ്പം ബംഗാളും ആസാമും എല്ലാം കൂടെ വരുമ്പം ഏതാണ്ട് അത് പൂർണ്ണമാകും, സെഞ്ചുറി പൂർണ്ണമാകും. അപ്പോൾ പരാജയത്തിൻ്റെ സെഞ്ചുറി അടിച്ച് നിൽക്കുന്ന രാഹുൽ ഗാന്ധി പറയുന്നതിന് ആരാണ് വില കൽപ്പിക്കുക? നരേന്ദ്രമോദിക്ക് ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരു വിലയുണ്ട്. ആ വിലയെ കുറച്ച് കാണിക്കാനാണ് ട്രംപ് പറയുന്നത് എന്നെ സാറെന്ന് വിളിച്ചു. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പറയുന്നത് പിന്നെ സാറെന്ന് വിളിച്ചാൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ നരേന്ദ്രമോദി മൗനത്തിലാണ്. അല്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ. കാരണം ഒരു വട്ടൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചൊന്നും പറയരുതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പാലിക്കേണ്ട നിയമം. നിങ്ങളിപ്പം എന്നെ തെറി വിളിക്കുകയാണ്, നിങ്ങൾക്ക് ചെറിയ കിറുവുണ്ട്, ഞാനപ്പോൾ ഉടനെ തന്നെ നിങ്ങളെ കൂടുതൽ തെറി വിളിച്ചാൽ നിങ്ങൾ ഡബിൾ തെറി വിളിക്കും അല്ലേ? നിങ്ങളുടെ കൊങ്ങയ്ക്ക് പിടിക്കാനായിട്ട് ഞാൻ ആക്ഷൻ കാണിച്ചാൽ നിങ്ങൾ എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് തിരുക്കി വെച്ചുകളയും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുത്തനെ കണ്ടില്ലേ? വെള്ളത്തിനകത്ത് വെച്ച് ബ്ലൂ ബ്ലൂ എന്ന് ഞെക്കിക്കൊണ്ടിരിക്കുക. ഇത് സംഭവിക്കും. ഒരു പൊട്ടൻ്റെ അടുത്തും ഒരിക്കലും നമ്മൾ തിരിച്ച് പ്രതികരിക്കരുത്. പൊട്ടനോട് പ്രതികരിച്ചാൽ അവൻ
അതിനേക്കാൾ ബഹളം വയ്ക്കും. നമുക്കതിനനുസരിച്ച് നമ്മുടെ സെൻസ് ഉണ്ടല്ലോ, സെൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ബഹളം വയ്ക്കാൻ പറ്റില്ല. നമുക്ക് സെൻസ് ഉള്ളതുകൊണ്ട് അവൻ്റെ അത്രയും കരുത്ത് ഉപയോഗിച്ച് അവൻ്റെ കഴുത്ത് പിടിച്ച് ഇറുക്കാൻ പറ്റില്ല. നമുക്കറിയാം കൊലപാതകം തെറ്റാണ്, അതുകൊണ്ട് നമ്മൾ തള്ളുകയോ ഉന്തുകയോ ഒക്കെ ചെയ്യുള്ളൂ. ഇവ അങ്ങനെയല്ല, പിടിച്ച് ഞെക്കി ഇറുക്കി കളയും. ട്രംപ് അങ്ങനത്തെ ഒരാളാണ്. ട്രംപിനെ ആർക്കും വിശ്വാസമില്ല, ലോകത്ത് ഒരു രാഷ്ട്രത്തിനും വിശ്വാസമില്ല, അമേരിക്കൻ ജനതയ്ക്ക് വിശ്വാസമില്ലെന്നേ. പിന്നെ ഇയാൾ കാട്ടിക്കൂട്ടുന്നതാണ് ഞാൻ അമേരിക്ക ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളത്. അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രവർത്തകർക്ക് പോലും പലരും അസംതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. റിപ്പബ്ലിക്കൻ എം പിമാർ പൂർണ്ണമായും ചില വോട്ടിങ്ങിൽ പോലും പൂർണ്ണമായിട്ട് നിന്നില്ല. അതുകൊണ്ടാണ് അവിടെ അവരുടെ വോട്ട് ഓൺ അക്കൗണ്ടിലൊക്കെ പാസ്സാക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നത്. മനസ്സിലായില്ലേ? അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അത് തരണം ചെയ്യാൻ ട്രംപിന് പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ് സത്യം. ഇത് രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഈ രാഹുൽ ഗാന്ധി നിരന്തരം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മോദിയുടെ ഇമേജ് എപ്പോഴും ഒരു നായകൻ്റെ ആണല്ലോ. മോദിയുടെ ഇമേജിനെ ടാർണിഷ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കൂട്ടായി പോലും കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം മോദി ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ട്രംപ് പറയുന്ന പോലെ തന്നെയാണ് രാഹുൽ പറയുന്നതും അദ്ദേഹം കണക്കാക്കുന്നത്. അതെന്തോ പാവം പയ്യൻ വിളിച്ച് പറയുന്നു, സാരമില്ല എന്ന് പറയും. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം പറയും ഈ പയ്യൻ കാണിക്കുന്ന അബദ്ധങ്ങൾ ചില്ലറയല്ല, അതിങ്ങനെയൊക്കെയാണ് രാജ്യത്തിന് ഭവിക്കുന്നതെന്ന് പറയും. മോദിയെ താറടിക്കണമെങ്കിൽ, മോദിയെ കൊച്ചാക്കി കാണിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ നിവൃത്തിയുള്ളൂ, അദ്ദേഹം ചെയ്യുന്ന പദ്ധതികൾ ഫ്ലോപ്പാക്കി വരുന്നുണ്ടോ എന്ന് നോക്കുക, അത് പറയുക. പിന്നെ അതിനേക്കാൾ മികച്ച ഒരു പദ്ധതി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ കഴിയുക. ഇതാണ് രാഹുൽ ഗാന്ധിക്ക് ചെയ്യേണ്ടത്. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു സാധനമില്ല. രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്ന പത്രോടെ അടക്കമുള്ളവർക്ക് അത്തരത്തിൽ ഇതിന് ബദലായ ഒരു സംവിധാനം പറഞ്ഞു കൊടുക്കാനില്ല. ഈ സീറ്റ് വർദ്ധിച്ചു പ്രതിപക്ഷ നേതാവ് എന്നാണല്ലോ കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് അതിന് ശേഷം പിന്നെ താഴോട്ടല്ലേ പോയത്. സീറ്റ് വർദ്ധിച്ചതിൽ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടായിരുന്നു. അത് അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള കൈയുണ്ട്. ഭരണഘടന മാറ്റിമറിക്കാൻ പോകുന്നു. അത് ഒന്ന് രണ്ട് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന പോലെ ഒന്ന് രണ്ട് വിഡ്ഢികൾ അതിന് ഒത്ത് കൂവുകയും കൂടി ചെയ്തു. ഞങ്ങൾ 400 സീറ്റ് പിടിക്കും, ഭരണഘടന മാറ്റും എന്ന് ബീഹാറിൽ നിന്നൊക്കെ വന്ന ചില എം പിമാരും മന്ത്രിമാരും ഒക്കെ പറഞ്ഞതാണ് കുഴപ്പമായത്. അപ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസമായി. അതിൻ്റേതായ ഒരു പ്രൊപ്പഗാൻഡ രാഹുൽ ഗാന്ധി നടത്തിയെന്ന് മാത്രമല്ല സൊറോസിൻ്റെ ടീമും ഇവിടെ നടത്തി. സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ പ്രചരണം നടത്തി അവരത് പതിപ്പിച്ചു. അപ്പോൾ ഉത്തരേന്ത്യയിലെ പലർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായി. പ്രത്യേകിച്ച് ഷെഡ്യൂൾ കാസ്റ്റും ബാക്കി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കും ഭയങ്കര ഒരു ഭീതിയായിപ്പോയി. ഇനി ഭരണഘടനയായിട്ട് മാറ്റൂ, നമുക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം എടുത്തു കളയുമോ, സംവരണം അടക്കം. സംവരണം ഒരു ഹോട്ട് ഇഷ്യൂ ആണ്. അത് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. കോമാളിയായി ചുരുക്കി കാണുമ്പോഴും അദ്ദേഹം തീരുവ ചുമത്തുന്നു, പാകിസ്ഥാന് സഹായങ്ങൾ നൽകുന്നു, ബംഗ്ലാദേശിന് സഹായങ്ങൾ നൽകുന്നു. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ വില കുറച്ച് കാണാൻ കഴിയുമോ? ട്രംപിനെ വില കുറച്ച് കാണാൻ കഴിയും. പക്ഷേ ട്രംപിൻ്റെ പിന്നിൽ നിൽക്കുന്ന ടീം എന്ന് പറയുന്നതിനെ വില കുറച്ച്. അമേരിക്കയിൽ ട്രംപ് അല്ല കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ട്രംപിന് ഇപ്പം ഡീപ് സ്റ്റേറ്റ് വേറൊന്ന്, അതിനേക്കാൾ ഉപരി ഒരു ഫ്രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. അതായത് വൈറ്റ് ഹൗസിൽ ഒരു ടീമുണ്ട്. ആ ടീമാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിനെ ചിലപ്പോൾ ഓവർ റൂൾ ചെയ്തുകൊണ്ടും അതിനെ ചിലപ്പം തകിടം മറിച്ചുകൊണ്ടും ഒക്കെ ട്രംപ് സംസാരിക്കാറുണ്ട്. പക്ഷേ അവരുടെ മെഷീനറി കറക്റ്റായിട്ടാണ് ചലിക്കുന്നത്. അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഈവൻ ഇന്ത്യയോടുള്ള നയം പോലും ശരിയല്ല എന്ന് ട്രംപിനോട് ഓതി കൊടുക്കുന്നവർ അവിടെ ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ഇന്ത്യയെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. ആ ഇന്ത്യയെ അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് കയറുമ്പോൾ അമേരിക്കയ്ക്ക് എതിരില്ലായിരുന്നല്ലോ. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അമേരിക്കയ്ക്ക് എതിരില്ലായിരുന്നു. അമേരിക്കയ്ക്ക് എതിര് വരാനുള്ള കാരണം എന്താണ്? ഈ റിക്ക് എന്ന് പറയുന്ന റഷ്യ, ഇന്ത്യ, ചൈന എങ്ങനെ ഉണ്ടായി? നരേന്ദ്രമോദി കാരണമല്ലേ. ലാറ്റിൻ അമേരിക്കയിലെ പല രാഷ്ട്രങ്ങളും ബ്രിക്ക് എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് കൂടുതൽ വന്നത്, ആഫ്രിക്കയിലെ കൂടുതൽ രാഷ്ട്രങ്ങൾ വന്നത് എങ്ങനെയുണ്ടായി? അത് നരേന്ദ്രമോദിയെ പിണക്കിയത് കൊണ്ടല്ലേ. അപ്പോൾ ഇന്ത്യയെ പിണക്കാതിരിക്കണം എന്നുള്ളത് അമേരിക്കയുടെ ഒരു പോളിസിയാണ്. പിന്നെ അവർ പ്രസിഡന്റിനപ്പുറം ഒന്നുമില്ല. പ്രസിഡന്റാണ് അവിടെ സർവം. അദ്ദേഹത്തിന് ഏതിനും വീറ്റോ ചെയ്യാനുള്ള പവറുണ്ട്. എമർജൻസി പവേഴ്സ് അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ കഴിയും. അതൊക്കെ അവിടുത്തെ ഭരണഘടനയിലുള്ളതാണ്. അതുകൊണ്ട് 3 വർഷം കൂടെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, ട്രംപ് പറയുന്നതൊക്കെ സഹിക്കണമെന്നുള്ളത് അമേരിക്കക്കാർക്കും അറിയാം. അമേരിക്കയിലെ ഫ്രണ്ട് സ്റ്റേറ്റിനും അറിയാം, ഡീപ് സ്റ്റേറ്റിനും അറിയാം, ഇന്ത്യക്കും അറിയാം, നരേന്ദ്രമോദിക്ക് അത് വ്യക്തമായും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതെ അമേരിക്കൻ ജനതയെ, അമേരിക്കയുടെ പിന്നിലുള്ള ആ സിസ്റ്റത്തിനെ തകർക്കാതെ കൊണ്ടുപോകാനാണ് മോദി നോക്കുന്നത്. സാറെന്ന് വിളിച്ചത് വലിയൊരു അപരാധമാണെന്നോ അത് കീഴടങ്ങലാണെന്നോ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇൻ്റർനാഷണലി അത് ഒരു ജെന്റിൽമാൻ വേർഡാണ് സാർ എന്ന് പറയുന്നത്.
അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളതാണ്. അമേരിക്കയിലെ ഒക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം മിസ്റ്റർ പ്രസിഡന്റ് എന്ന് പറയാം, അതിന് സാറെന്ന് വിളിച്ചതുകൊണ്ടും ഒരു അപാകതയും ഇല്ല എന്നുള്ളതാണ് സത്യം. അതൊരു കൊച്ചാക്കലായിട്ടോ ഇത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇത് പറഞ്ഞത് പിന്നെ ട്രംപ് ആയതുകൊണ്ട് അത് പറഞ്ഞോ എന്നുള്ളത് മോദി പറഞ്ഞാലേ ഇനി തിരിച്ചറിയാൻ നോക്കൂ. മോദി പിന്നെ അതൊന്നും പറയില്ല, ഞാൻ സാറെന്ന് വിളിച്ചില്ല, ഞാൻ വിളിച്ചത് മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ്, അല്ലെങ്കിൽ മിസ്റ്റർ ട്രംപ് എന്നാണ് വിളിച്ചത് എന്ന് അദ്ദേഹം പറയില്ല. കാരണം പറയുന്നത് ഇൻ്റർനാഷണൽ ഡിപ്ലോമസിക്ക് യോജിച്ചതല്ല. നിങ്ങളൊരു വിഡ്ഢിത്തരം പറഞ്ഞു, ആ വിഡ്ഢിത്തരത്തിന് പരസ്പരം തിരിച്ച് കോനയടിക്കുന്നത് ആ വ്യക്തിക്ക് ചേർന്നതല്ല, ഇന്ത്യക്ക് ചേർന്നതല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ചേർന്നതല്ല. അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞു, ഓട്ടെ കളഞ്ഞു, ഐ ഹാവ് നോ കമൻറ്റ്സ് എന്ന് പറയുന്നതാണ് എൻ്റെ ഭംഗിവാക്ക്, ബുദ്ധി. അതാണ് ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.